ഹലോ എവരി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് വഴുതനങ്ങ മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയാലോ. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് 4 വഴുതനങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം ഈ വഴുതനങ്ങയിലുള്ള വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞു കളഞ്ഞ ശേഷമാണ് നമ്മൾ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതാവും ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 1 സവാളയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു മെഴുക്ക് പുരട്ടി ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. മുളക് പൊടിയുടെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നേരത്തെ വഴുതനങ്ങയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തത് കൊണ്ട് ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, മുളക് പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വഴുതനങ്ങയിലെ വെള്ളം ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞു കളഞ്ഞ ശേഷം കടായിലേക്ക് ചേർക്കാം. വെള്ളത്തോടു കൂടി തന്നെ വഴുതനങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് പുരട്ടി ആകെ അങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഞാൻ ചെയ്തത്. ഇത്രയും വെള്ളമാണ് ഇപ്പോൾ ഇതിൽ നിന്നും എടുത്തത്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വഴുതനങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അധികം സമയം എടുക്കില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഏറ്റവും ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. അധികം മസാലയൊന്നും ചേർക്കാതെ തയ്യാറാക്കിയെടുക്കുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. കുറവാണെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വഴുതനങ്ങ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല ഇത്. ഈ ഒരു രീതിയിൽ വേണം മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട്. ഇനി വഴുതനങ്ങ പാകത്തിന് വെന്തോന്ന് അറിയാനായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. ഇതിവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാടൻ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം
ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൂടി ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.